ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലേറ്റസ്റ്റായിട്ട് കല്യാണി ഒരു വീഡിയോ ക്ലിനിക്കുകാർക്കെതിരെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേയധികം തെളിവുകളൊക്കെ നിരത്തിയിട്ടാണ് ആ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു തെളിവുകളൊക്കെ കൊണ്ടുവന്ന് നിരത്തിയതിന് ശേഷം ഇപ്പോൾ ക്ലിനിക്കിലുള്ള ഈ ഒരു കല്യാണിയെ ചികിത്സിച്ച ആ ഒരു ക്ലിനിക്കിൻ്റെ ഓണറായിട്ടുള്ള ഡോക്ടർ ഫാത്തിമ ഷെരീഫ് ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നും അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കുറേയധികം പേര് അവർ ഇഷ്ടപ്പെട്ടവർ തന്നെ നെഗറ്റീവായിട്ട് കമൻറ്റ്സ് ഇടുന്നുണ്ട്. അതെന്തിനാണ് എന്നുള്ളതും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. ആദ്യമേ ഉണ്ടെങ്കിൽ ഈ കല്യാണി എന്താണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെന്നുള്ളത് അത് ഫുള്ളായി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ഷെരീഫ് ഡോക്ടർ ഫാത്തിമ ഷെരീഫ് എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മളത് ഫുള്ളായിട്ട് പറയുന്നതായിരിക്കും. അതിനുശേഷം ഫാൻസിൻ്റെ കാര്യം എന്താണ് ഇവർക്കെതിരെ ഇങ്ങനെ സംസാരിക്കാനുണ്ടായ കാരണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കുക, ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ ഈ ഒരു സംഭവം തുടങ്ങുന്ന തന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഒരു കല്യാണി ഒരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോർട്സിനകത്ത് ഇതേ കണക്ക് കല്യാണി പറയുന്നുണ്ടായിരുന്നു. കുറേയധികം പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ മുഖത്ത് എന്തു പറ്റി എന്നുള്ള രീതിയിൽ. അതിന് മറുപടി ഇപ്പം പറയാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വലിയ വീഡിയോ ആയിട്ട് ചെയ്യാം, പക്ഷേ ചെറുതായിട്ടൊരെണ്ണം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് എനിക്ക് ചെറിയൊരു പാട് വന്നു, അത് മാറ്റാൻ വേണ്ടി ഒരു ക്ലിനിക്കിൽ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇവർ നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുവാണ്. അത് മനസ്സിലാക്കിയതോടെ നമ്മളവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അവർക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേസുമായിട്ട് ഞാൻ മുമ്പോട്ട് പോയേക്കുവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പുറത്ത് വന്നതിന് ശേഷം കുറേയധികം പേര് ആ ക്ലിനിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലിനിക്ക്, അതിൻ്റെ ഓണറൊക്കെ വളരെ ഫേമസ് ആണ്. കുറേയധികം സെലിബ്രിറ്റീസ് വരെ അവരെ ചെന്ന് കൺസൾട്ട് ചെയ്യാറുണ്ട്. അപ്പോഴത്തേന് അതുകൊണ്ട് തന്നെ കുറേയധികം പേര് നെഗറ്റീവായിട്ട് അവർക്കെതിരെ പറയാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന സമയത്താണ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഒരു ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ കല്യാണി പറഞ്ഞത് കള്ളമാണ് എന്നുള്ളതും ഈ ഒരു കല്യാണിയും ഭർത്താവും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അവർ മാറാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ പറ്റിക്കാൻ ശ്രമിച്ചതൊന്നുമല്ല, അവരുണ്ടെങ്കിൽ കൊളാബ് വേണം എന്നുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ക്ലിനിക്കിന് അത് ആവശ്യമില്ല എന്ന് പറഞ്ഞ സമയത്താണ് അവർക്കിത് പ്രശ്നമൊക്കെ ആയിട്ട് വേറൊരു ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഏതോ ഒരു പൈസയൊക്കെ കുറച്ച് ചെയ്ത് കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ അവിടെ കൊളാബൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് പോകാൻ വേണ്ടി അവർ റെഡി ആയിട്ടുണ്ടായിരുന്നത്. അവരെ ഭർത്താവും അവരും കൂടെ വന്ന് ഇവിടെ പ്രശ്നമുണ്ടാക്കി എന്നുള്ള രീതിയിൽ ഈ ഒരു വർക്ക് ചെയ്ത പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കല്യാണിക്കെതിരെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കൊളാബിൻ്റെ പേരും പറഞ്ഞ് ഇതേ കണക്ക് എല്ലായിടത്തും ചെന്ന് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ വയ്യെന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ ഇവർക്ക് എതിരെ ഇടാൻ തുടങ്ങി. നിങ്ങളെ പ്രതികരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് കുറേയധികം പേര് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ കല്യാണി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വലിയ ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കല്യാണി കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ലവരോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെയുള്ള കുറേയധികം പേരുടെ വോയിസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സത്യം എന്തെന്ന് പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ എനിക്കൊരു പാട് വന്നിട്ടുണ്ടായിരുന്നു. ആ പാടെന്ന് പറയുന്നത് എനിക്ക് പാരമ്പര്യമായിട്ടുള്ളൊരു പാടാണ്. പിന്നെ അവർ പറയുന്ന കേട്ട് ഞാൻ ഏതോ ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തതിന് ശേഷം അതെങ്ങനെ വന്ന പാട് വെച്ചിട്ടാണ് അവിടെ ചെന്നതെന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നുമല്ല. എനിക്ക് എൻ്റെ അച്ഛനൊക്കെയുള്ള ഒരു പാട് പോലുണ്ട് മുഖത്ത്, അത് എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ പ്രസവിക്കുന്ന ആ ഒരു സമയത്തൊക്കെ എനിക്ക് ഇതേ കണക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അത് പിന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇവിടെ പോയി ഒന്ന് കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഇവരെ പോയി കാണുകയും ഇതേ കണക്ക് എനിക്ക് പ്രശ്നമുണ്ട് എന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഓക്കെ എന്ന് പറഞ്ഞ് അതെല്ലാം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 6 മാസത്തോളമാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമായിട്ട്. 8 മാസത്തോളം ഒന്നും പോയിട്ടില്ല. അവരങ്ങനെയാണ് 8 മാസം അവിടെ ചെന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവിടെ ചെന്ന് ഇതേ കണക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് തന്നെ കുറേയധികം പ്രോഡക്റ്റ് ഉണ്ട്. അതൊക്കെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഓരോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മാറുന്ന സമയത്തും വരുന്ന സമയത്തൊക്കെ ഈ ഒരു കുറേയധികം പാടുകളൊക്കെ നമുക്കുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൊന്നും വലിയ മാറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പാടുകളൊക്കെ വരുന്ന സമയത്ത് അവരുടെ അടുത്ത് ചോദിക്കും ഇതെന്തോ ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയും അവരൊരു ഇന്ന ക്രീം തരാം,
അത് നിങ്ങൾ തേച്ച് നോക്കൂ, ഇത് മാറിക്കോളും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ തേപ്പിക്കുമായിരുന്നു. ഇത് തനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് തോന്നാൻ തുടങ്ങി. കാരണം ഇങ്ങനെയൊക്കെ തരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവരുടെ ക്രീം വിൽക്കാനും നമുക്കിതൊന്നും വലിയ ചേഞ്ച് ഒന്നുമില്ല. അതും അവിടെ വലിയ എക്സ്പെൻസാണ്, ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാക്കുന്നത്. അപ്പോൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് പോലും ഇവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നല്ലോ എന്നുള്ളൊരു നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നപ്പോഴാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഇനി നിർത്ത്, നമുക്ക് വേറെ ഇടത്തേക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനമുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും നാൾ പോയതിൻ്റെ ബില്ല് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുൾ ബില്ല്. കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു, അവർ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബില്ല് തന്നു എന്നുള്ളത്. അങ്ങനെ ബില്ലൊന്നും അവർ തന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഓരോ സമയത്ത് ചെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വരുമ്പോൾ അവർ പറയും ഞങ്ങൾ വാട്സപ്പിൽ ഇട്ടേക്കാം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അവർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി കല്യാണി പറയുന്നുണ്ടായിരുന്നു. അതേ കണക്ക് അന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു വേറൊരു ക്ലിനിക്കിൽ പോകാമെന്ന് വെച്ചിട്ട് ഇതേ കണക്ക് അവരുടെ അടുത്ത് ചെന്ന് പറയുന്നു ബില്ലും കാര്യങ്ങളൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തരാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാട്സപ്പിൽ ഇവർക്കൊരു ബില്ല് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അയച്ചു കൊടുത്തതിൻ്റെ ആ ഒരു തെളിവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കല്യാണി. അതിനുശേഷം ഉണ്ടെങ്കിൽ ഇവരുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ ബാങ്കിലൊക്കെ പോയി ഈ ഒരു ക്ലിനിക്കിലേക്ക് ഇവർ അയച്ചു കൊടുത്ത പൈസ എത്രയായി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയ സമയത്ത് ഇവർ തന്ന ബില്ലും ഇവർ അയച്ചു കൊടുത്ത പൈസയും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. ഇവർ കൊടുത്ത പൈസ കുറേ അധികം ഉണ്ട്, പക്ഷേ ബില്ല് അതിന് മാത്രമൊന്നും അവർ അയച്ചു തന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി കല്യാണി പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് സംസാരിച്ച സമയത്ത് അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇല്ല ഞങ്ങൾ എല്ലാ ബില്ലും തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യം പറഞ്ഞിട്ടും അവരുണ്ടെങ്കിൽ അത് സമ്മതിച്ച് തരാനോ ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളാണ് ആദ്യമേ പോയി കംപ്ലയിൻറ്റ് ചെയ്തത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞൊരു കാര്യം അവരാണ് കംപ്ലയിൻറ്റ് ചെയ്തത് ഫസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ തന്നെയാണ് കംപ്ലയിൻറ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റിൻ്റെ ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ബില്ല് തന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് അവിടെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് ബാക്കി ബില്ലും കൂടെ തരാമെന്നുള്ളൊരു കാര്യം. അത് ആ ഒരു എഴുതി കൊടുത്തതിൻ്റെ കാര്യം ഈ ഒരു കല്യാണി ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾ തന്നെ പറയും ഇപ്പോൾ ആരാണ് കള്ളം പറയുന്നത്, അവരാണോ അതോ ഞങ്ങളാണോ എന്നുള്ളത്. എന്തായാലും ഞങ്ങൾ നിയമപരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. ഇതുവരെ ഞങ്ങൾക്ക് ബില്ലോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല, അവിടെ എഴുതി കൊടുത്തിട്ട് പോലും. എന്തായാലും പിന്നെ കുറേയധികം പേര് വീഡിയോസ് ഞങ്ങളുടെ അടുത്ത് ഒന്നും ചോദിക്കാതെ അങ്ങ് ചെയ്യുവാണ്, ഒരു കാര്യം അറിയാതെയും. അതുകൊണ്ട് അവരുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് വശം കൂടെ കേട്ടിട്ട് ചെയ്യൂ എന്നുള്ള രീതിയിലാണ് കല്യാണി ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വന്നതിന് ശേഷം കുറേയധികം പേര് വെയിറ്റ് ചെയ്തിരുന്നൊരു കാര്യമാണ് ഈ ഒരു ഡോക്ടറിൻ്റെ ആ ഒരു ക്ലിനിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി എന്താണെന്ന്. എന്തായാലും അതിപ്പം വന്നിട്ടുണ്ട്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡോക്ടറുടെ പേര് ഫാത്തിമ ഷെരീഫ് എന്നാണ്. ഇവരാണ് ആ ഒരു ക്ലിനിക്കിൻ്റെ ഓണർ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കാണ്, കുറേയധികം സെലിബ്രിറ്റീസൊക്കെ വരുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പം അവർ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ച് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണി ഇപ്പം പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മാർക്കും കാര്യങ്ങളും ഈ പാടുകൾ മുഖത്തുള്ളത് അവർ അച്ഛനൊക്കെ ഉണ്ട്, അതേ കണക്ക് ഇപ്പോൾ തനിക്കൊക്കെ വന്നേക്കുവാണ് എന്നാണ് പറയുന്നത്. പക്ഷേ തൻ്റെ അടുത്ത് വന്ന സമയത്ത് ഇതേ കണക്ക് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ടാണ് എന്നുള്ളത് കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് നമുക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള ക്രീമുകൾ ഉപയോഗിച്ച് തന്നെയാണ് എന്നുള്ളതും. അതും കുറേയധികം കാര്യങ്ങൾ നമുക്കിവിടെ വെളിയിൽ ഇപ്പോൾ പറയാൻ പറ്റാത്ത കുറേയധികം കാര്യങ്ങൾ, അതായത് പല ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടുണ്ട്, അത് ഇന്ത്യയിലൊന്നും അത്ര ബാൻഡ് ആയിട്ടുള്ളതാണ് എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇനി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചും പുറത്ത് പറയും, കല്യാണി പറയാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതും കൂടി ഈ ഒരു ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ വന്നിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേ കണക്ക് അവർ ആ ഒരു സ്കിന്നിന് കുറേയധികം ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്യുന്ന അവർ ക്ലിയർ ചെയ്യുന്ന സ്കിന്ന് നല്ല രീതിയിൽ ആവുന്ന സമയത്ത് ഇതുപോലുള്ള മാർക്കും കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ വരുമായിരുന്നു. ആ സമയത്ത് അവർ പറയുന്നുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ. ഞങ്ങൾ അടിച്ചേൽപ്പിക്കാനൊന്നും ശ്രമിച്ചതല്ല, അത് അതേ കണക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിന് മോയ്സ്ചറൈസറും അതുപോലെ തന്നെ കുറേയധികം ആവശ്യങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. പിന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ കൊളാബിനൊന്നും ചെന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ അവർ കൊളാബിന് വന്നിട്ടുണ്ട്. അതിൻ്റെ വോയിസും ക്ലിപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ ക്യാബിൽ വെച്ചാണ് അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇപ്പോൾ കല്യാണി പറയുന്നത് വോയിസ് ക്ലിപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതേ കണക്ക് നിങ്ങളുണ്ടെങ്കിൽ ഇതേ കണക്ക് ക്യാമറ ആ ഒരു CCTV ഫുട്ടേജ് പുറത്ത് വിടാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാബിൽ CCTV ഫുട്ടേജ് ഒന്നുമില്ല. കാരണം ഇപ്പം
പേഷ്യൻസ് അവരൊക്കെ നമ്മളെ വരുന്ന കൺസൾട്ട് ചെയ്യാൻ വരുന്ന അവരുണ്ട്. അവിടെ വരുന്ന സമയത്ത് അവർക്ക് ചിലപ്പം പാടുകളോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ ശരീരമൊക്കെ കാണിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ റൂമിൽ അങ്ങനെ ക്യാമറയോ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. ആകെ പുറത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെക്കുറിച്ചും അകത്തെന്താണ് ഇവർ സംസാരിച്ചതിൻ്റെ നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റാത്തത്. പിന്നെ ഈ ഒരു കല്യാണിയൊക്കെ ഉണ്ടെങ്കിൽ മെറ്റാ ക്ലാസ്സിൽ വന്നിട്ട് അവിടെ ഈ ഒരു നമ്മുടെ ആൾക്കാരൊക്കെ സംസാരിക്കുന്നതിൻ്റെ കുറേയധികം ഫുട്ടേജ് എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇതേ കണക്ക് അവർ ബില്ല് തന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിന് തലേ ദിവസം ഇതേ കണക്ക് ഭർത്താവുമായിട്ട് വന്നിട്ട് നമ്മുടെ ക്യാബിനിലിരുന്ന് ഇത് സംസാരിച്ചതാണ്. ഞാൻ ഇവരുടെ അടുത്ത് മാന്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പോലും അവർക്കത് മനസ്സിലായിട്ടില്ല. ഇവരെ ഭർത്താവുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചാടി കയറാൻ വരെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസിനെ വിളിച്ചിട്ട് പോലീസാണ് ഇവരുടെ അടുത്ത് ഇവിടെ വന്നിട്ട് ഇവരെ കൊണ്ടുപോയതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പോലീസ് പോയതിന് ശേഷം പിന്നെ ഇവർ വന്നിട്ട് അവിടെ നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് ഇതേ കണക്ക് ഓരോ ഷോ ഓഫ് കാണിച്ചിട്ടാണ് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ സത്യസന്ധമായിട്ട് എന്നാ ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ ബില്ല് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കുറേയധികം ബാക്കി നമ്മുടെ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വന്ന വേറെ ആൾക്കാർ ഇതേ കണക്ക് ബില്ല് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് കല്യാണിക്ക് മെസ്സേജ് അയച്ചു എന്നും പറയുന്നുണ്ട്. അത് അങ്ങനെ ആരൊക്കെയാണെന്ന് ഈ കല്യാണി അവരെ തെളിവും കൂടെ കാണിക്കുവാണെങ്കിൽ ഞാൻ അതിന് റെഡിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതല്ല ഇവർ തന്നെ ഉണ്ടാക്കിയിടുന്ന കമൻസും കാര്യങ്ങളും ഇവർ തന്നെ ഓരോന്ന് ഉണ്ടാക്കി പറയുകയാണ്. ആരും ഞങ്ങൾക്കെതിരെ വന്നിട്ടില്ല, പിന്നെ ഞങ്ങളുണ്ടെങ്കിൽ ഇവർക്ക് ഫുൾ ബില്ല് കൊടുത്തിട്ടില്ല, പൈസ ഉണ്ടെങ്കിൽ കൂടുതൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നടത്തുന്ന, അതായത് ഞങ്ങൾക്ക് അവിടെ കിട്ടുന്ന വരുമാനം എല്ലാത്തിനും GSTയും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മുടെ ഈ അല്ലാതെ പണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഓരോന്ന് ഇവരെ ഭാഗം ജയിക്കാൻ വേണ്ടി പറയുവാണ്. എന്തായാലും അവർക്ക് പറയാനുള്ളതൊക്കെ പറയാം. നമ്മൾ നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. നമ്മളുണ്ടെങ്കിൽ ഇനി ആരെയും വീഡിയോയിലൂടെ യൂട്യൂബിലൊന്നും വന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ നിയമപരമായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്നുള്ളതും കൂടിയാണ് ഈ ഒരു ഡോക്ടർ ഫാത്തിമ ഷെരീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതാണ് 2 ഭാഗവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം ബാക്കി കാര്യങ്ങളും അടുത്ത ദിവസങ്ങളിൽ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കല്യാണിക്കെതിരെ കുറേയധികം ഇവരെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇപ്പോൾ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്കും കാര്യങ്ങളൊക്കെ മുഖത്ത് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ ക്രീമും കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു പ്രശ്നം വന്ന സമയത്ത് നിങ്ങളുണ്ടെങ്കിൽ ക്ലിനിക്കിൽ പോകുന്നു, ഈ ഡോക്ടേഴ്സിനെ കാണുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പം നാട്ടുകാർക്ക് ഏത് ക്രീമും പറഞ്ഞു കൊടുത്ത് അവർക്ക് എന്ത് പറ്റിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ വലിയ ക്ലിനിക്കിലൊക്കെ പോവും. നിങ്ങൾക്ക് പ്രശ്നം വന്നപ്പോൾ നിങ്ങൾക്ക് ലക്ഷങ്ങളൊക്കെ ചിലവാക്കാൻ പറ്റും. പക്ഷേ ഇതുപോലെ ബാക്കിയുള്ളവർക്ക് അത്രയും ലക്ഷം രൂപയൊന്നും ചിലവാക്കിക്കൊള്ളണമെന്ന് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ കാണിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചിട്ടാണ് കല്യാണിക്കെതിരെ ഭയങ്കര നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ കുറേയധികം പേര് സപ്പോർട്ടായിട്ട് ഈ കമൻസ് ഇടുന്നവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ആരുടെ ഭാഗത്താണ് ശരി? കല്യാണിയുടെ ഭാഗത്താണോ അതോ ആ ഡോക്ടറിൻ്റെ ഭാഗത്താണോ? പിന്നെ ഈ ഒരു ഫാൻസുകാർ പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.